സുജയ, അങ്ങനെ നെഞ്ചു പിളർത്തുന്ന കാഴ്ചകളും വർത്തമാനങ്ങളും അനുഭവങ്ങളും മാത്രമേ ഇവിടെ എങ്ങും ഉയരാനുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നമ്മൾ എവിടേക്ക് തിരിഞ്ഞാലും, എവിടേക്ക് കണ്ണു തിരിച്ചാലും, എവിടേക്ക് കാത് കൂർപ്പിച്ചാലും ആശ്വാസത്തിന് വക നൽകുന്ന ഒരു വാർത്തയും ഇവിടെ നിന്ന് നമുക്ക് കേൾക്കാനില്ല എന്നുള്ളതാണ്. ആശ്വസിപ്പിക്കാൻ പറ്റുന്ന വാക്കുകൾ ആർക്കും പങ്കുവയ്ക്കാനുമില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. നേരത്തെ പറഞ്ഞൊരു ചേട്ടൻ, അദ്ദേഹം അവിടെ വീട് ചൂണ്ടിക്കാണിക്കുകയാണ്. അവിടെ ഒരു വീട്, ഒരു കെട്ടിടം കാണാം, ബാക്കിയെല്ലാം അവിടെ പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. 5 വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ അദ്ദേഹത്തിൻ്റെ വീടുൾപ്പെടെ നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആ പരിസരത്തുള്ള ആളുകളെയൊക്കെ ക്യാമ്പിലേക്ക് മാറ്റിയത് കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട ഒരാളാണ്. മറ്റൊരാൾ കഴിഞ്ഞ ദുരന്തത്തിലും അദ്ദേഹത്തിന് ബന്ധപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിക്കുന്നു. ഇത്തവണയും 4 പേര് മരിക്കുന്നു. അതിൽ 2 പേരെയും ഇനി കിട്ടാനുണ്ട്. ആ 2 പേർ ഒരുപക്ഷെ ഇക്കൂട്ടത്തിലുണ്ടെങ്കിലോ എന്നുള്ള അർത്ഥത്തിൽ, എന്നുള്ള പ്രതീക്ഷയിൽ വന്നു നിൽക്കുന്ന ആളുകൾ. അങ്ങനെ മനസ്സ് മരവിച്ച അവസ്ഥയിലും ബന്ധുക്കൾ, ഉറ്റവർ ഇവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുടെ ഒരു ചെറിയ നാമ്പെങ്കിലും ബാക്കി വെച്ചുകൊണ്ടാണ് ഇവർ ഓരോരുത്തരും ഇവിടെ വന്നു നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സുജയ ഒരു സംശയവുമില്ല. ഈ നാട്ടുകാരായിട്ടുള്ളവർ, ഈ നാട്ടുകാരല്ലാത്തവർ, നേരത്തെ ഒരുത്ത സംസാരിച്ചപ്പോൾ കുടുംബത്തിലെ 40 പേരെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നാടൊന്നാകെ ഒരു കുടുംബം പോലെയാണ്. അത് മറ്റൊരു ചേച്ചി പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കുടുംബക്കാർ പലരെയും കിട്ടാനുണ്ട്, അവരിതിലുണ്ടെന്നുള്ള പ്രതീക്ഷയോടെയാണോ വന്നതെന്ന് ചോദിച്ചില്ല. അവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം നമ്മുടെ നാട്ടുകാരല്ലേ, എല്ലാം വേണ്ടപ്പെട്ടവരല്ലേ, എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ എന്ന് കണ്ടമിടറി പറയുന്ന ആളുകൾ. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ പ്രായം ഒന്നും ഒരു തടസ്സമല്ല. എല്ലാവരെയും ഒരു കാഴ്ചകളുടെ ഒരു താഴ്വാരം, അല്ലെങ്കിൽ ഒരു വലിയ മനോഹരമായ കാഴ്ചകളുടെ ഒരു ഭൂമി, അത് ദുരന്ത താഴ്വാരമായി വയനാട് മാറുമ്പോൾ, പല ആളുകളുടെയും പ്രതീക്ഷയറ്റു വീണൊരു മണ്ണായത് മാറുമ്പോൾ, പലരുടെയും സ്വപ്നങ്ങൾക്ക് മേലുള്ള ഒരു പെയ്ത്തായി ഇവിടുത്തെ പേമാരിയും ഇവിടുത്തെ ഉരുൾപൊട്ടലും ഇവിടുത്തെ മണ്ണലിപ്പും ഒക്കെ മാറുമ്പോൾ അതിനെന്നൊരു അറുതി എന്നുകൂടി ചോദിക്കുകയാണ് ഓരോ കാലം കഴിയുമ്പോഴും, ഓരോ നാൾ കഴിയുമ്പോഴും ഈ നാട്ടുകാരൊക്കെ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ സംസാരിച്ച ഒരാൾ ഗൾഫിലായിരുന്നു, പിന്നീട് നാട്ടിൽ വന്നു, ഇവിടെ കുടുംബത്തോടൊപ്പം ജീവിച്ചു പോകുന്നു. ഒരു ആയുസ് കൊണ്ടുണ്ടാക്കിയെടുത്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുമ്പോൾ ഇനി ഈ മണ്ണിലേക്ക് മടങ്ങി വരേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതിന് കാരണം എൻ്റെതെല്ലാം നഷ്ടപ്പെടുത്തിയ മണ്ണാണ്, ഇനി എനിക്കിവിടെ വേണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏങ്ങലടിച്ച് കരയുന്നൊരു കാഴ്ച കൂടി നമ്മൾ കണ്ടിരുന്നു ഇന്നലെ. അങ്ങനെ എത്രയോ ആളുകൾ, എത്രയോ അനുഭവങ്ങൾ. പക്ഷെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇവിടെ വന്ന അന്ന് മുതൽ കഴിഞ്ഞ 6 ദിവസമായി നമ്മൾ ഈ ഭൂമിയിലുണ്ട്, ഈ പ്രദേശത്തുണ്ട്, ഈ ദുരന്തബാധിത മേഖലകളിൽ പലയിടങ്ങളിൽ പോകുന്നുണ്ട്, പല ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമ്മയെ നഷ്ടപ്പെട്ടവരും, ചേട്ടനെ നഷ്ടപ്പെട്ടവരും, ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരും ആയിട്ട്, ഭാര്യയെ നഷ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ട് പല ആളുകളുണ്ട്. പക്ഷേ അവരൊക്കെ ഈ അനുഭവം പറയുമ്പോൾ ഒരു മരവിപ്പോടുകൂടി, ഒരു നിർവികാരമായിട്ട് അവർ പറയുകയാണ്. അവിടെ ചിലപ്പോൾ അവർ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യുന്നില്ല, ക്യാമറയ്ക്ക് മുഖം തരുന്നില്ലായിരിക്കും, പക്ഷേ ചോദ്യങ്ങൾക്കൊക്കെ അവർ മറുപടി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ സംസാരിച്ചതിൽ 2 പേരുടെ കണ്ണുകളിൽ നിന്ന് മാത്രമാണ് കണ്ണുനീര് ഞാൻ കണ്ടത്. 2 പേര് മാത്രമാണ് സംസാരിച്ചപ്പോൾ അല്പം കണ്ടമിടറി സംസാരിച്ചത്. അതിന് കാരണം ബാക്കിയുള്ളവർക്ക് വിഷമമില്ല എന്നോ അവർക്ക് മനസ്സിലില്ല എന്നുള്ളതല്ല, കരയാനാകാത്ത വിധം മനസ്സ് മരവിച്ച്, മനസ്സ് കല്ലിച്ചു പോയ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പറ്റം മനുഷ്യരെ കൂടിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വല്ലാത്തൊരവസ്ഥയാണ്. ആ കടന്നു പോകുന്ന അവസ്ഥ, അവരെയൊക്കെ കാണുക എന്നുള്ളത്, അവരുടെയൊക്കെ അവസ്ഥകൾ ഇങ്ങനെ കേൾക്കുക എന്നുള്ളത്. എന്തു ദുരന്തം വന്നാലും, എന്തൊരു പ്രശ്നം വന്നാലും സ്വാഭാവികമായും ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസ തീരമുണ്ടാകും, അതിനൊക്കെ ഒരു സമാപ്തി ഉണ്ടാകും, കുറച്ചെങ്കിലും മനസ്സിൽ നിന്ന് മാറും. പക്ഷേ ഇതും മാറും, ഇത് മാറില്ല എന്നല്ല. ഈ കാലവും കടന്നു പോകും, ഈ സമയവും കടന്നു പോകുമെന്ന് പറയുന്നത് പോലെ. പക്ഷേ ഈ കഴിഞ്ഞ 6 ദിവസമായി നമ്മളിവിടെ നിൽക്കുമ്പോഴും ഒരു കോണിലും നമുക്ക് ആശ്വാസം പകരുന്ന കാഴ്ചകളില്ല, ഒരു കോണിലും നമുക്ക് ആശ്വാസം പകരുന്ന വർത്തമാനങ്ങളില്ല, അതിന് പറ്റുന്ന അന്തരീക്ഷങ്ങളില്ല. ഓരോ ദിവസവും ദുഃഖത്തിൻ്റെ ആഴവും ദുഃഖത്തിൻ്റെ പരപ്പും അതിൻ്റെ വ്യാപ്തിയുമൊക്കെ കൂടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഓരോന്നായി കടന്നു വരുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രതീക്ഷയിലേക്ക് നടന്നു കയറാൻ പറ്റുന്ന ഒരു വഴിത്താരയും കാണുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായൊരു സാഹചര്യം, ഏറെ പ്രധാനം. എനിക്ക് തോന്നുന്നു ഇവിടെ കുഴികളൊക്കെ എടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. കാരണം നമ്മൾ വന്ന അന്നേരം മുതൽ വലിയ രീതിയിൽ ശക്തമായി ആ കുഴികൾ എടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അത് പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോൾ ആ JCBയും ഹിറ്റാച്ചിയും ഒക്കെ ഒരു ഭാഗത്തേക്ക് ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ്, ഒതുക്കി നിർത്തിയിരിക്കുകയാണ്, മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരുപക്ഷേ റവന്യൂ അധികൃതർ നൽകിയ നിർദ്ദേശപ്രകാരമുള്ള കുഴികൾ പൂർത്തിയായിട്ടുണ്ടായിരിക്കണം, ആ കുഴിമാടങ്ങൾ പൂർണ്ണമായി ആയിട്ടുണ്ടായിരിക്കണം. ഇന്ന് ഇവിടെ അടക്കം ചെയ്യാൻ, ഇന്നിവിടെ സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന മൃതദേഹങ്ങൾക്ക് വേണ്ട കുഴികൾ അത് പൂർത്തിയായി കാണും. അങ്ങനെയാണെങ്കിൽ റവന്യൂ അധികൃതർ അല്പസമയത്തിനകം സർക്കാരിനെ നിർദ്ദേശം അറിയിച്ച ആശുപത്രിയിൽ നിന്ന് ആ മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. സർവ്വമത പ്രാർത്ഥനയ്ക്കുള്ള താൽക്കാലിക പന്തലും തൊട്ടുമുകളിലായി, കുഴിമാടങ്ങൾ സജ്ജീകരിച്ചതിന് തൊട്ടുമുകളിലായി ഒരുക്കുന്നുണ്ട്. അതിന് പൂജാകർമ്മങ്ങൾക്കായി ക്ഷേത്ര ഭാരവാഹികളുൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആളുകൾ എത്തിയിട്ടുണ്ട്. മറ്റു പ്രാർത്ഥനകൾക്ക് വേണ്ടി പള്ളിയിലെ മഹല്ല് കമ്മിറ്റിയിലെ ഭാരവാഹികൾ
ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നുള്ള ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ സമുദായത്തിൻ്റെ വേലിക്കെട്ടുകളൊന്നുമില്ലാതെ സർവ്വമത പ്രാർത്ഥനയ്ക്കായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏത് വിശ്വാസം പൂണ്ടിരുന്നവരാണെന്നോ ഏത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചവരെന്നോ ആർക്കും അറിയാത്ത ഒരു പറ്റം മനുഷ്യർ, അവരുടെ ശരീരഭാഗങ്ങൾ, അവരുടെ തിരിച്ചറിയപ്പെടാത്ത മുഖങ്ങൾ, അവരുടെ ഒരു തരത്തിലും ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയപ്പെടാനാകാത്ത വിധത്തിലേക്ക് ശരീരാവസ്ഥകൾ മാറിപ്പോയ മൃതദേഹങ്ങൾ,